ഡെങ്കി പരത്തുന്ന കൊതുകുകൾക്കെതിരെ ഹർത്താൽ, സൗഹൃദ ഫുട്ബോൾ, കൊതുക് നശീകരണം എന്നിവ നടത്തിയ മണ്ണാർക്കാട് നഗരസഭയുടെ ഹൃദയഭാഗത്തൊരു കൊതുക് വളർത്തൽ കേന്ദ്രം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള നെല്ലിപ്പുഴയിലെ കെട്ടിട സമുച്ചയത്തിലാണ് വെള്ളക്കെട്ട്. റീൽസല്ല, റിയലാവണം നഗരസഭയെന്ന് നാട്ടുകാർ. വെള്ളക്കെട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്മീൻ വളർത്തണമെന്ന് പ്രദേശവാസികൾ. കൊല്ലം 10-20 ആയില്ലേ ഇതിങ്ങനെ ആയിട്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇവിടെയുള്ള ജനങ്ങളെ, ഇവിടെയുള്ള ഈ പാവപ്പെട്ട കച്ചവടക്കാരെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതൊരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. പക്ഷെ ഒരു സാധാരണക്കാരി, ഇവിടുത്തെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ വരുമ്പോൾ ഈ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് വേണ്ടേ വരാൻ. അതിനിപ്പോൾ ഇവിടെ തന്നെ വന്നോളന്നില്ലല്ലോ. ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ ഇവിടേക്ക് തന്നെ വന്നോണമെന്നുണ്ട്. വേറെ എവിടെയൊക്കെ പോവാം? അങ്ങനെയല്ലേ മനുഷ്യർ ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഈ പരിചയം വെച്ചിട്ടാണ് ഈ കുട്ടികളുടെ അടുത്തേക്ക് തന്നെ വരുന്നത്. അങ്ങനെ അല്ലാത്തവരൊക്കെ ഇവിടേക്ക് വരും. എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇതൊന്നും കണ്ടാൽ വരാൻ തോന്നും. പിന്നെ ഡെങ്കിപ്പനിയൊക്കെ നാട് നീളെയുള്ള ഒരു കാലത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കണം എന്ന് എല്ലാ വീട്ടിൽ കൂടി നടന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അവർ തന്നെ ഇങ്ങനെ ആക്കി കാണിക്കുമ്പോൾ എന്താ അതിനൊരു മറുപടി അവർക്ക് പറയാനുള്ളത്? അത് വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ വ്യവസായ വിപണനത്തിന് വേണ്ടി ദേശീയപാതയ്ക്ക് സമീപം നെല്ലിപ്പുഴയിൽ 2005-ലാണ് കെട്ടിടം നിർമ്മിച്ചത്. ചാറ്റൽ മഴ പെയ്താൽ പോലും കനത്ത വെള്ളക്കെട്ടാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നവീകരണത്തോടെ ഇവിടെ റോഡ് ഉയരുകയും കെട്ടിടം താഴുകയും ചെയ്തു. കോംപ്ലക്സിന് ഇരുവശത്തും കെട്ടിടങ്ങൾ ഉയർന്നതോടെ വെള്ളം ഒലിച്ചു പോകാൻ വഴിയില്ലാതായി. മുറ്റത്ത് കട്ട പതിച്ചതോടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനും നിർവാഹമില്ല. നിരവധി പരാതികളാണ് താൻ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയതെന്ന് വാടകക്കാരനായ രാധാകൃഷ്ണൻ പറഞ്ഞു. നടപടികൾ ഇപ്പോൾ പൈപ്പ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൈപ്പ് ഇട്ടിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാംക്രമിക രോഗങ്ങൾ മണ്ണാർക്കാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഇവിടെയുള്ള നാട്ടുകാരും ജനങ്ങളും കടക്കാരും എല്ലാവരും. അതിനൊരു പരിഹാരം ഉടൻ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടു. മഴക്കാലം തുടങ്ങിയാൽ കോംപ്ലക്സിലെ കടകളിലേക്ക് കസ്റ്റമേഴ്സിന് വരാനാകില്ലെന്ന് മറ്റൊരു വ്യാപാരി പറഞ്ഞു. നിരവധി തവണ പരാതി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പരിശോധന നടത്തി മടങ്ങിയതൊഴിച്ചാൽ മറ്റൊന്നും നടന്നില്ലെന്നും വ്യാപാരി പറഞ്ഞു. മഴ വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് വെള്ളം പൊങ്ങി ഏകദേശം നെരിയാണിക്ക് മുകളിൽ വെള്ളം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഈ കോംപ്ലക്സിലേക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആവശ്യത്തിന് വരുന്നവർ ഇങ്ങോട്ട് വരാൻ മടിക്കുകയാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ വാഹനം കയറ്റുന്നതിൻ്റെ ഒരു സൗകര്യവും ഇതിലില്ല. ഇത് ഈ റോഡ് പൊങ്ങിയതിൻ്റെ ഫലമായിട്ട് ഈ നമ്മുടെ ഫുട്പാത്ത് വന്നല്ലോ, അത് വന്ന കാരണം കൊണ്ട് വാഹനം കയറില്ല, അടിമുട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഈ കോംപ്ലക്സിലുള്ളവർ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട രീതിയിൽ വ്യാപാരം നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യമുണ്ട്. കസ്റ്റമേഴ്സ് വരാത്ത സാഹചര്യം, അതിലും ഞങ്ങൾ വലിയ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പരിഹാരം നിരന്തരമായിട്ട് അധികാരികളോട് ഈ വിഷയം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിഗണനയിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഗിരീഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങളോട് അറിയിച്ചിരുന്നു. അത് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡെങ്കിക്കെതിരെ നഗരസഭ ഹർത്താലും ഫുട്ബോൾ കളിയും നടത്തുന്നതിനോടൊപ്പം ഇത്തരം കൊതുക് ഫാക്ടറികൾ ഇല്ലായ്മ ചെയ്യാനുള്ള സമയം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.